ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, നമ്മുടെ അടുത്ത് ഇപ്പോൾ സിസ്റ്ററിൻ്റെ ഈ കൗൺസിലിംഗ് റൂമിൻ്റെ മുന്നിലായിട്ട് ഒരു കിണറുള്ള കാര്യം നിങ്ങൾക്കറിയാം. ആ കിണറിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ഒരു കൈ നമ്മുടെ അടുത്ത് നമ്മൾ പിടിച്ചിരിക്കുന്ന ഒരു കൈ നിങ്ങൾക്ക് കാണാം. ഇവിടെ വരുന്നവരെ തഴുകി തലോടി ആശ്വാസം കൊടുത്തുകൊണ്ട് ഒരു ഈ കിണറിൻ്റെ തീരത്ത് കിണറ്റിൻകരയിൽ കാത്തിരിക്കുന്ന ഒരു ഈശോ ഇപ്പോൾ പുതിയതായിട്ട് വെച്ചു. ഒരുപാട് മക്കൾ ഇവിടെ വന്ന് ആശ്വാസം തേടി പോകുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഈ നോമ്പ് കാലത്ത് സിസ്റ്റിനിപ്പോൾ മാർച്ച് ഏപ്രിൽ കുറച്ച് വീഡിയോസ് കുറച്ച് കുറവായിരിക്കും. പോസ്റ്റുകൾ ഇടുന്നുണ്ട് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ. കാരണം 3 ദിവസത്തെ ധ്യാനങ്ങൾ പല സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും വീഡിയോ ഇടാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, നോമ്പുകാലത്ത് നമ്മൾ കുറേ പ്രതിജ്ഞകൾ എടുത്തിരുന്നു. ശത്രുക്കളെ സ്നേഹിക്കുക, നമ്മെ പീഡിപ്പിക്കുന്നവരെയും വിമർശിക്കുന്നവരെയും കുറ്റം പറയുന്നവരെയൊക്കെ അവർക്ക് നന്മ ചെയ്യുക, അവരുടെ നന്മകൾ പറയുക, സഹായം ചെയ്യുക, അവരെ സ്നേഹിക്കുക. കർത്താവ് കാണിച്ചെന്ന സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരു നേരം ഉപേക്ഷിക്കുന്നു. സിസ്റ്ററുടെ ഒരു പ്രേക്ഷിത 50 ദിവസം വെള്ളം മാത്രം, നാരങ്ങ ജ്യൂസ് മാത്രം കുടിച്ച് ജീവിക്കുന്ന, ഭക്ഷണം ഒന്നും കഴിക്കാതെ ഒരു പ്രേക്ഷിതയുണ്ട്. മാതാവുമായിട്ട് അഭേദ്യ ബന്ധമുള്ള ഒരു മകളാണ്. അതുപോലെ ഒരു അച്ഛനെ സിസ്റ്ററിനറിയാം, ഈസ്റ്ററിന് നൊയമ്പ് വീടില്ല. 100 ദിവസത്തിന് ശേഷമാണ് നൊയമ്പ് വീടുന്നത്. അങ്ങനെ ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രിയോ ഒരു നേരം ഭക്ഷണം നമ്മൾ ഉപേക്ഷിക്കുന്നു. പിന്നെ നമ്മൾ നോമ്പെടുക്കുന്നു, ത്യാഗങ്ങൾ ചെയ്യുന്നു, ബൈബിൾ വായനയ്ക്ക് കൂടുതൽ സമയം കൊടുക്കുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പള്ളികളൊക്കെ നമ്മൾ ഒരു 14 പള്ളി, 7 പള്ളി, വേളാങ്കണ്ണി അങ്ങനെയൊക്കെ നമ്മൾ സന്ദർശിച്ച് നാം ശരീരത്തിൽ ചെയ്തു പോയിട്ടുള്ള പാപ പരിഹാരങ്ങൾ, ദാനധർമ്മം, ഏകസ്ഥരെയും വിധവകളെയോടും കരുണ കാണിക്കുന്നു. അങ്ങനെ ഒരുപാട്, പിന്നെ മലയാറ്റൂർ, പാലയൂർ ഇങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ നമ്മൾ പരിഹാരമായിട്ട് പോകുന്നു. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. നോമ്പുകാലം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു ആന്തരിക വിശുദ്ധീകരണം, ശാരീരിക ക്രൂശീകരണം, പിന്നെ മഹത്വീകരണം. അപ്പോൾ റിഡംഷൻ, റീകൺസീലിയേഷൻ, റിന്യൂവൽ, ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂടുതൽ നോമ്പുകാലത്ത് പുണ്യങ്ങളുടെ സമ്പാദനവും തിന്മകളുടെ വർജനവുമായി മുന്നോട്ട് എല്ലാവരും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഓർത്തിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആമീൻ.